ആക്ച്വലി മമ്മൂട്ടി പറഞ്ഞിട്ട് ഡയലോഗ് മാറ്റേണ്ടി വന്നത് അത് എസ് എൻ സ്വാമിക്കും അറിയാം. ശേഷം ഡബ്ബിങ്ങിന് വന്നപ്പോൾ മോഹൻലാൽ എന്നോട് ചോദിച്ചു, ആ ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറയട്ടെ ആ ഡയലോഗ് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് കട്ട് ചെയ്തു. അതെന്ത് കട്ട് ചെയ്ത ആ ഡയലോഗ് എന്ന് ചോദിച്ചു. നമ്മളത് വേണ്ട. ഓഹോ അത് വേണ്ടല്ലേ, ആ ശരി വേണ്ട, ശരി ഓക്കെ. ആക്ച്വലി മമ്മൂട്ടി പറഞ്ഞിട്ട് ഡയലോഗ് മാറ്റേണ്ടി വന്നത് അത് എസ് എൻ സ്വാമിക്കും അറിയാം. എസ് എൻ സ്വാമി ചോദിച്ചോടാ സാജ അത് നമ്മൾ മാറ്റിയാൽ അതിൻ്റെ നല്ലൊരു ഡയലോഗല്ലേ അത്. ഞാൻ പറഞ്ഞു മമ്മൂട്ടി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ ശരി നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അത് മോഹൻലാലിന് സത്യം പറഞ്ഞാൽ മനസ്സിൽ വിഷമമുണ്ടാക്കി എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ പുള്ളി അത് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്തു. ഞാൻ മമ്മൂട്ടിയുടെ തിരിച്ചു പോയി പറഞ്ഞില്ല, മമ്മൂട്ടി കാരണമാണ് എൻ്റെ ഒരു നടൻ. സത്യം പറഞ്ഞാൽ ഒരു മോഹൻലാൽ എനിക്ക് നഷ്ടപ്പെട്ടത് ആ ഒറ്റ ഡയലോഗ് കൊണ്ട് തന്നെയാണ്. വേറെ സംശയമില്ല. എസ് എൻ സ്വാമിക്കറിയാം, പ്രൊഡ്യൂസർക്കറിയാം. ഞാൻ ആരോടും പറഞ്ഞില്ല. എന്തോ ഒരു കാട്ടിൽ രണ്ട് സിംഹം വേണ്ട എന്നൊക്കെ പറയില്ലേ, ആ ഫ്രൈസ് തന്നെയാണ്. അസ്വാഭാവികമായിട്ട് ഉണ്ടാവും. കാരണം ഒരു ഹീറോ ഒരു സൂപ്പർ സ്റ്റാർ നിൽക്കുമ്പം മറ്റേ സൂപ്പർ സ്റ്റാർ നിൽക്കുമ്പോൾ സ്വാഭാവികം തോന്നില്ലേ എന്നെക്കാളും പ്രാധാന്യമുള്ള റോളാണോ മറ്റേ ചെയ്യുന്നത് തോന്നാം. ഒരു ഫീൽ വേണം അത് കാണുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? അത് മമ്മൂട്ടിയാണ് അഭിനയിക്കുന്ന ജനങ്ങൾ കണ്ടോളൂ. ഇത്തരം ഒരു അഹന്തത ഏതൊരു നടനും പാടില്ല. അങ്ങനെ അഹന്തയുടെ ഉച്ചഘട്ടത്തിൽ സമീപകാലത്ത് റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരൊറ്റ ഡയറക്ടർ എടുത്ത് പോലും അയാൾ പ്രശ്നം ഉണ്ടാക്കാതിരുന്നിട്ടില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട സൂപ്പർ താരങ്ങൾ നടത്തുന്നത്, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഞങ്ങൾക്ക് പേരെടുത്ത് പറയാം മമ്മൂട്ടി. ശ്രീമാൻ മമ്മൂട്ടിയാണ് ഞാൻ മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം ഒരു സ്വയം വിപ്ലവകാരി ചമഞ്ഞുകൊണ്ട് തൊഴിലാളി ട്രേഡ് യൂണിയന്റെ ആരാച്ചാരായി മാറിയിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. സെറ്റുകളിൽ വന്ന അദ്ദേഹത്തിന് അഭിനയിക്കുന്നതിൽ കൂടുതൽ താല്പര്യം ട്രേഡ് യൂണിയൻ മെമ്പർമാർ എവിടെയെങ്കിലും സെറ്റുകളിലുണ്ടോ അവരെ ഫോൺ വിളിച്ചിട്ട് അവിടുന്ന് പുറത്താക്കുക. മമ്മൂട്ടിയുമായുള്ള പിണക്കം ആവർത്തിച്ച് വ്യക്തമാക്കി സുരേഷ് ഗോപി രംഗത്തെത്തിയത്. സുരേഷ് ഗോപിയുടെ പിണക്കത്തിന് കാരണം ഇതായിരുന്നു എന്ന് തോന്നിപ്പിക്കുമാറ് ഒരു കാരണം എഴുതും. അതൊന്നും അല്ല കാരണം. ആ കാരണം പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ തല്ലാനായിട്ട് നിങ്ങളും കൂടെ എൻ്റെ കൂടെ നിൽക്കും. മലയാള സിനിമയിലെ ഏറ്റവും നല്ല ബിസിനസ്മാൻ ആരാ? ഏറ്റവും നല്ല ബിസിനസ്മാൻ എനിക്ക് തോന്നില്ല, മമ്മൂട്ടി നല്ല ബിസിനസ്മാനാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മമ്മൂട്ടി നല്ല ബിസിനസ്മാൻ. മമ്മൂട്ടി ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു ഫംഗ്ഷന് പോവുകയാണെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് അത് ഞാൻ എങ്ങനെയായിരിക്കണം അതിന് പോകേണ്ടത്, എങ്ങനെയായിരിക്കും ഞാൻ അവിടെ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, എന്ത് ഡ്രസ്സ് ഇടും, അവിടെ ചെന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ കോൺഷ്യസാണ്. ഇപ്പോഴും കോൺഷ്യസാണ്. വെറും പുതിയ പുള്ളിക്ക് ഒരു എതിരാളിയല്ലാത്ത വേറൊരു ചെറിയൊരു ആക്ടർ വന്നാൽ കൂടെ അവൻ്റെ പടത്തിൻ്റെ കഥ എന്താ, അതെന്താ, അതെന്നൊക്കെ ഇറങ്ങുന്നത്, എത്രാം തീയതി ഇറങ്ങുന്നത്, ഇത് മുഴുവൻ ഡയറക്ടർ വിളിക്കും, കഥ പറ നിങ്ങളുടെ എന്താ കഥ, ഡയറക്ടർ വിളിക്കും, കഥ പറ നിങ്ങളുടെ എന്താ കഥ, ഡയറക്ടർ വിളിക്കും, കഥ പറ നിങ്ങളുടെ എന്താ കഥ. എൻ്റെ അടുത്ത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് നിന്റെ പടത്തിൻ്റെ കഥ എന്താ. ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ മുരളിക്ക് ഞാൻ ശത്രുവായി. ഞാൻ എന്ത് ചെയ്തു? മമ്മൂട്ടിയെ വെച്ച് സിനിമ ചെയ്യില്ലെന്ന് പ്രശസ്ത നിർമ്മാതാവ് ജി സുരേഷ് കുമാർ. സൗഹൃദ ബന്ധത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ആളാണ് താനെന്നും ഷൂട്ടിങ്ങിനിടയിൽ സിനിമയുമായി ബന്ധപ്പെട്ട് ഏത് കാര്യം നിർമ്മാതാവ് എന്ന നിലയിൽ പറഞ്ഞാലും മമ്മൂട്ടി ഉൾക്കൊള്ളാറില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്കിടയിൽ അറിഞ്ഞോ അറിയാതെ ഒരു വിള്ളലുണ്ടായി. ഞാൻ പറയുന്നില്ല, എന്റെ മുഖം എന്റെ ഫുൾ ഫിഗർ അതൊക്കെ മമ്മൂട്ടിയുടെ ആഗ്രഹമാണ്. ഞാനത് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ മോഹൻലാൽ പറിച്ചില്ല, അത് എന്ത് ചെയ്യാൻ പറ്റും. പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു 50 ഫ്ലെക്സ് വെക്കണം. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഈ സിനിമയിൽ എനിക്ക് എത്ര സീനുണ്ട്? ഒരു 51ഓളം വരും. അപ്പൊ 51 കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചോളൂ, ഓരോ സീനിലും മാറ്റി മാറ്റി വെക്കാൻ. അദ്ദേഹം എപ്പോഴും പറയും ഈ കൂളിംഗ് ഗ്ലാസ് മാറ്റി വെക്കുന്ന അദ്ദേഹം ഒരു സ്ഥിരം പ്രയോഗമായിരുന്നു. പക്ഷെ അതിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ കേരളത്തിലെ മുഴുവൻ മലയാള പ്രേക്ഷകർക്ക് അറിയാം അത് മമ്മൂട്ടിയാണെന്ന്. മമ്മൂട്ടി എന്നോട് പെട്ടെന്ന് ചോദിച്ചു, നിനക്കൊരു തിരക്കഥ എഴുതാൻ പറ്റുമോ ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ? പെട്ടെന്ന് എന്താ ഉത്തരം പറയണമെന്ന് അറിയാൻ നിന്നപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ MT വാസുദേവൻ നായരോട് പറഞ്ഞാൽ അദ്ദേഹം എഴുതിത്തരും. പക്ഷേ ആ സിനിമ സക്സസ് ആയാൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ MTക്ക് പോകും, എനിക്ക് കിട്ടില്ല. നീ എഴുതുമ്പോൾ അതിൻ്റെ പ്രശ്നമില്ലല്ലോ. അത് ശരി. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയിട്ട് ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾക്കെടുക്കുക, എനിക്കൊന്നും കിട്ടില്ല എന്ന് പറയുന്ന പരിപാടിക്ക് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അതൊരു സൗകര്യമായിട്ട് എടുത്തു. മമ്മൂക്കയ്ക്കുള്ള കോസ്റ്റ്യൂം ഇച്ചിരി നല്ല രീതിയിൽ വരണം, ബാക്കിയുള്ളവരെല്ലാം താന്നിരിക്കണം എന്നുള്ള ഒരു പ്രകൃതിക്കാരനാണ് പുള്ളി. എല്ലാ കാര്യത്തിലും തലവയ്ക്കും.
ഓർണമെൻറ്റ്സിൻ്റെ മറ്റുള്ള കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ്യൂം, ഓർണമെൻറ്റ്സ് എല്ലാം തലവയ്ക്കും. അതായത് ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കാണിക്കാൻ പറഞ്ഞു, ലക്ഷ്മി ഗോപാലസ്വാമിയുടെ കോസ്റ്റ്യൂം, ഓർണമെൻറ്റ്സ് എല്ലാം കാണിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ ലോഹിദാസിനോട് ചോദിച്ചു, സാർ എന്തിനാണ് മമ്മൂക്കയെ കാണിക്കുന്നത്? ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കൊണ്ട് കാണിച്ചപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം പോലും കൊടുത്തു പോരുത്, ഇതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം പാക്കപ്പ് ചെയ്യുന്നു പറഞ്ഞു. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. ഏത് നല്ല കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഒരു കോസ്റ്റ്യൂമർ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരുന്നാൽ പുള്ളിക്ക് പിടിക്കില്ല. മലയാളത്തിന്റെ മെഗാതാരം ചേച്ചിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നൊരു കമന്റ് ഞാൻ ഇങ്ങനെ കണ്ടു. ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചില പടങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനത് അമ്മയുടെ പ്രസിഡൻ്റായിരുന്ന ഇന്നസെൻ്റ് ചേട്ടനോട് ഞാനത് സൂചിപ്പിച്ചു. ചേട്ടനോട് പറഞ്ഞു, ഒരു അമ്മയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ എല്ലാവരും എന്നോട് പറയുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട ചോദിക്കണ്ട, മമ്മൂക്കായും ഉണ്ട് അവിടെ, ജനറൽ ബോഡിക്ക് എല്ലാവരും ഉണ്ടാവും, വേണ്ട ചോദിക്കണ്ട. എനിക്കതിൽ സങ്കടമൊന്നുമില്ല, പിന്നെ പരാതിയില്ല എന്ന് മമ്മൂക്കായോട് പറയണം. കാരണം ഞാനും മമ്മൂക്കായും ഒക്കെ വിശ്വസിക്കുന്ന ഒരു പടച്ചവനുണ്ടല്ലോ. കലാഭവമണിയെ കൊണ്ടുവരുമ്പോ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞപ്പോ ഞാൻ ഒരു ചുക്കും ചെയ്യില്ല, ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്തൊരു കസേരയിട്ട് കലാഭവമണി ഞാൻ ഇരുത്തുമെന്ന് പറഞ്ഞു. ഇരുത്തി, നാഷണൽ അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടി. മമ്മൂട്ടിയോട് കഥ പറഞ്ഞപ്പോ ലാലു അലക്സിന്റെ റോൾ മമ്മൂട്ടിക്ക് ഇട്ടിട്ട് മമ്മൂട്ടിയുടെ റോൾ ലാലു അലക്സിന് കൊടുത്തു. അതായത് ഭ്രാന്തായിട്ടുള്ള സ്ത്രീയെ ചികിത്സിക്കുന്ന 2 ഡോക്ടർമാരാണ്. ആരൊക്കെ? ഒന്ന് ലാലു അലക്സ്, ഒന്ന് മമ്മൂട്ടി. മമ്മൂട്ടി മാനസിക രോഗിയായിട്ടുള്ള ഒരു ലേഡിയെ വിഭജിച്ചു, അതിനുശേഷം ആ സ്ത്രീ മരിച്ചു. അങ്ങനെ മമ്മൂട്ടി എന്ന് പറയുന്ന ഡോക്ടർ ജയിലിൽ പോകും എന്ന് വന്നപ്പോൾ അത് മറ്റേ ഡോക്ടറായ ലാലു അലക്സ് ആ കുറ്റം ഏറ്റെടുത്തു. അതാണ് കഥ. മമ്മൂട്ടി പറഞ്ഞത് മറ്റോട് പോയി പറഞ്ഞാൽ മതി. എന്ത്? അതായത് ഞാൻ ആ സ്ത്രീ വിവരിച്ചിട്ട് ഞാൻ ഇത് അങ്ങനെ. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു മമ്മൂട്ടിയുടെ കാര്യം, ലാലു അലക്സിന് മറ്റേ റോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ദുഷ്ടനായിട്ടുള്ള കഥാപാത്രം ചെയ്യാൻ അയാൾക്ക് പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അയാൾ വേണ്ടാന്ന് വയ്ക്കണം. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കായി. ജീവിക്കാൻ പറ്റൂ? അപ്പോൾ ഈ കഥാപാത്രത്തിന് ഇങ്ങടാക്കി, ഈ കഥാപാത്രത്തിന് ഇങ്ങടാക്കി, ഇവരൊക്കെ ഇത് മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കയ്യിൽ ചരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അവിടെ വെച്ചിട്ട് ഇതിങ്ങനെയാക്കി. മമ്മൂട്ടി വേറൊരു ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചിട്ട് പറഞ്ഞു, ലാലു അലക്സിന് എന്താ മറ്റേ റോൾ ചെയ്താൽ? അപ്പോൾ ലാലു അലക്സ് ഇത് 2-3 പ്രാവശ്യം കേട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അയാൾ തന്നെ ചെയ്യട്ടെ, എന്നെ കിട്ടില്ല ഈ ഭ്രാന്തായിട്ടുള്ളൊരു സ്ത്രീയെ പിടിച്ച് വ്യഭിചരിക്കാനായിട്ട്. അത് അയാൾക്കാ ചേർച്ച. സംസാരിച്ചു തുടങ്ങിയത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ കഥയാണ്. ഭയങ്കര പാടാണ്. നമുക്ക് വന്നിരിക്കുന്നു, 3ാമത്തെ ചോദ്യം എണീറ്റ് നിൽക്കുന്നു, ഇത്തരം ചോദ്യം എന്നോട് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നു. സ്റ്റുഡിയോ ഇറങ്ങി പോകുന്നു. ഞാൻ അവിടെ കാര്യങ്ങൾ പോട്ടെ. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വരുന്നു. നമുക്ക് ഇന്റർവ്യൂ ഞാൻ ചെന്ന നമുക്ക് പുതുമുഖ ഡയറക്ടേഴ്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്ടേഴ്സിനെ വെച്ചിട്ട് ഒത്തിരി സിനിമകൾക്ക് നമുക്ക് ചാൻസ് കൊടുക്കുന്നുണ്ട്. ഇത് പലരും എടുത്ത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞ 4 ചീത്തകൾ പറഞ്ഞിട്ട് എന്റെ ചുറ്റും ക്ലബ്ബിൽ നിന്ന് വന്ന വേറൊരു ആർജയുണ്ട്, കുറെ ആൾക്കാർ ചുറ്റുമുണ്ട്. 7-8 പേര് നമുക്ക് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്റെ അപമാനം എന്ന് പറയുന്നത് മറ്റൊന്നല്ല, നിങ്ങളുടെ മക്കൾ 2 പേരും നിങ്ങൾ പോലെ ആയില്ലല്ലോ. പുള്ളിയുടെ മുഖത്ത് 37 വികാരങ്ങൾ എക്സ്പ്രഷൻ വന്ന് സിനിമയിൽ കാണാത്ത എന്നെ തള്ളണമെന്നുണ്ട്, മക്കൾ പുകഴ്ത്തിയാണെന്ന് സംശയമുണ്ട്. ഇത് ഞാൻ ഒരു സിനിമയിലും കണ്ടു. ഈ വിനയനും ബൈജു കൊട്ടാരക്കര എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ നിന്ന് ഔട്ടായവരാ. അവർ ഇനി വിനയൻ്റെ ഭാഗത്തുനിന്നോ ബൈജു കൊട്ടാരക്കരയുടെ ഭാഗത്തുനിന്നോ ഇത്തരത്തിൽ ലൊക്കേഷനുകൾക്കെതിരായ ഒരു സമരപരിപാടികൾ ആരംഭിച്ചാൽ കേരളത്തിലെ 1,00,000-ഓളം വരുന്ന മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രാഥമിക അംഗങ്ങൾ കേരളത്തിലെ എല്ലാ ഷൂട്ടിങ്ങുകളുടെയും ഈ സുരക്ഷിതത്വ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങളായിരിക്കും ഇതിനുള്ള സുരക്ഷ കൊടുക്കാൻ പോവുക. സംഘർഷമാണ് വിനയൻ്റെ മാർഗമെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കും. അതിന് ആരൊക്കെ വിനയൻ്റെ മുന്നിൽ ആരൊക്കെ ഉണ്ടെങ്കിലും, ഏതൊക്കെ സംഘടിത ശക്തികളുണ്ടെങ്കിലും ഞങ്ങൾ എതിർത്തിരിക്കും, തിരിച്ചടിച്ചിരിക്കും. വേണ്ട സംരക്ഷണം മലയാള സിനിമയ്ക്ക് കൊടുത്തിരിക്കും. വേറിട്ട് നിർത്തിയും അല്ലെങ്കിൽ സംഘടനയുടെ മുകളിലാണ് മമ്മൂട്ടി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ തന്ത്രം എനിക്ക് മനസ്സിലാകാനുള്ള ബുദ്ധിയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുക. സംഘടനയുടെ അച്ചടക്ക സമിതിക്ക് മുന്നിൽ വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സംഘടന കേൾക്കുകയുള്ളൂ. മമ്മൂട്ടി അമ്മയുടെ വക്താവായി വന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് നേരത്തെ തിലകൻ വ്യക്തമാക്കിയിരുന്നു. മമ്മൂട്ടിക്ക് കൂടി സൗകര്യപ്രദമായ ഒരു ഡേറ്റിൽ ഞാനും മമ്മൂട്ടിയും തയ്യാറാകുന്ന ഒരു സ്ഥലത്ത്, ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആ സ്ഥലത്ത് ഞാൻ ചെല്ലാൻ തയ്യാറാകും. പക്ഷേ മമ്മൂട്ടി അമ്മയുടെ വക്താവായിട്ട് വരണം.
തട്ടിയാണേലോ എന്താണ് ഒരു കുട്ടികളും നോടൂല ഏത്